ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിന്റെ ഫുൾ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ സൂര്യ അങ്ങനെ തന്നെ കിടക്കുക. അപ്പോൾ ഡോക്ടർ ജാനകിയുടെ അഭിടുത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ മെഡിക്കൽ സയൻസ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നൊക്കെ സൂര്യയുടെ ദേഹത്തെ എല്ലാം തന്നെ, സൂര്യസാറിന്റെ ദേഹത്തെ എല്ലാം തന്നെ ഓക്കെ ആവുന്നുണ്ട്. പക്ഷെ മനസ്സിന്റെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം, എനിക്ക് എഴുന്നേറ്റ് നടക്കണം, എനിക്ക് എൻ്റെ കുടുംബം വേണം, വീട്ടുകാർ വേണമെന്നൊരു ചിന്ത, മനസ്സ് ജീവിക്കാനുള്ളൊരു ഒരു ഒരു വാശി മനസ്സിൽ പറഞ്ഞ് ഇതാക്കണം. അത് സൂര്യനാരായണ സാറിന് ഒട്ടും തന്നെയില്ല. അങ്ങനെ മനസ്സിൽ അങ്ങനെ വിചാരിക്കാത്തോടത്തോളം കാലം സൂര്യ സാർ ഈ കട്ടിലിൽ നിന്ന് എഴുന്നേക്കുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞൊന്നും മനസ്സിലാക്കുക. മോനും മരുമകളും അല്ലേ, പിന്നെ സൂര്യസാറിനെ സ്നേഹിക്കുന്ന ആൾക്കാർ വീട്ടിൽ വേറെയില്ലേ, അവരെയൊക്കെ വിളിച്ച് നിങ്ങൾ ഒരുമിച്ച് സംസാരിക്കുക. സൂര്യനാഥത്ത് പറ ഒന്ന് എങ്ങനെയൊക്കെ എഴുന്നേറ്റ് വാ, എങ്കിൽ മാത്രമേ പഴയതേ പോലത്തെ എല്ലാവരുടെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾ തന്നെ എന്ന് പറയണം. അതൊക്കെ ജാനകിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. ജാനകി അഭിയെടുത്ത് പറയണ്ടേ, എന്താ അഭിയേട്ട അച്ഛൻ ഇങ്ങനെ, നമ്മൾ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് നമുക്ക് വേണ്ടി പോലും അച്ഛൻ എഴുന്നേറ്റ് നടക്കണമെന്നൊന്നും ആഗ്രഹം പോലും തോന്നണില്ലല്ലോ, പൊന്നുക്ക് വേണ്ടി പോലും തോന്നണില്ലല്ലോ. ആ പാവം അവള് നമ്മളെപ്പോലും അറിയിക്കാണ്ട് അമ്പലത്തിൽ പോയിട്ട് അച്ഛനെ വേണ്ടി പ്രാർത്ഥിച്ചു, വഴിപാട് നടത്തി, ചന്ദനം തൊടിപ്പിച്ചു. ഇന്നലെ വരെ മോൾ എന്നോട് ചോദിച്ചോളൂ, ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തല്ലോ, എന്നിട്ട് അച്ചാച്ചൻ എന്താ എഴുന്നേക്കാത്തതെന്ന്. ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്, അച്ഛനും കൂടി ചിന്തിക്കണ്ടേ എന്നൊക്കെ പറയണം. അപ്പൊ പറയണ്ട്, നമുക്ക് അച്ഛനോട് സംസാരിക്കാൻ ജാനകി എന്ന് പറയണം. അങ്ങനെ രണ്ടിനും കൂടി നമ്മുടെ സൂര്യന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സൂര്യ അടുത്ത് പറയണ്ട്, അച്ഛൻ എന്താ അച്ഛൻ ഇങ്ങനെ, ഞങ്ങളെന്നും അച്ഛനെ വേണോന്നില്ലേ, അച്ഛൻ ഇപ്പോഴും അച്ഛനെ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുടെ കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറയുമ്പോൾ സൂര്യൻ നാണോ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ജാനകി പറയണ്ട, അച്ഛ നോക്ക്, ഞാൻ ആത്മാർത്ഥമായിട്ട് അച്ഛന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛനെ മാത്രമാണ്, എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെയോ അമ്മയോ ഒന്നും അറിയില്ല. പക്ഷെ അച്ഛനെയാണ് ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നത്. നാളൊരു സമയത്ത് എൻ്റെ അച്ഛനോ അമ്മയൊക്കെ വരുമോയെന്ന് എനിക്ക് അറിയില്ല. അഥവാ വന്നാലും ഒരിക്കലും ഞാൻ അച്ഛനെ തന്നെയായിരിക്കും, അതായത് അഭിയേട്ടൻ്റെ അച്ഛനായ സൂര്യനാരായണൻ തന്നെയായിരിക്കും എൻ്റെ സ്വന്തം അച്ഛൻ എന്ന് ജാനകി പറയണം. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സൂര്യന്റെ കണ്ണ് നിറയാൻ കേട്ടോ. സൂര്യ പറയണ്ട, മോളെ ജാനകി, നിനക്കൊരു അച്ഛനും അമ്മയുണ്ട്, അവരെപ്പോഴായാലും നിന്റെ അടുത്തേക്ക് വരും. അവരെത്ര ദുഷ്ടന്മാരാണെങ്കിൽ പോലും അതാണ് നിന്റെ അച്ഛൻ, അത് നീ അംഗീകരിച്ചേ പറ്റൂ. അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയണത്, അച്ഛനപ്പം എന്താ എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ നല്ല പരിചയം ഉണ്ടെന്ന് തോന്നണല്ലോ, അച്ഛൻ എന്നെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാൻ തോന്നണല്ലോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ഛാ, അഭിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ, ഒരു ഓർഫൺ കുട്ടിയായിട്ടുള്ള എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇടവും വലവും ആലോചിക്കാതെ എസ് എന്ന് മൂളി. എന്നെക്കുറിച്ച് ഒന്നും ആലോചിച്ചില്ലെന്ന് ആലോചിക്കാതെ പോലും എന്നെ കണ്ടിട്ട് അച്ഛൻ ഓക്കെ പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സത്യം പറയാച്ച, എൻ്റെ അച്ഛനെ അമ്മേനെ ആരെങ്കിലും അച്ഛൻ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനൊന്നും അറിയില്ല മോളെ, എനിക്ക് മോളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി കുടുംബത്തിൽ നല്ല ഐശ്വര്യം വരുത്തുന്ന ഒരു മരുമകളായിരിക്കും, മോളായിരിക്കും എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. പിന്നെ അബിക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല എന്നെനിക്ക് നല്ല നിശ്ചയമുണ്ട്, അതുകൊണ്ടാണ് പറയും. അങ്ങ് ജാനകി പറഞ്ഞ, അച്ഛനെ ഇങ്ങനത്തെ കിടപ്പ് കിടക്കാൻ തന്നെയാണോ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത്, അച്ഛൻ മനസ്സ് വെച്ചാൽ മാത്രമേ ഈ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് അച്ഛൻ മനസ്സ് വെച്ചേ പറ്റൂ അച്ഛാ, ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഇനി അച്ഛൻ്റെ മനസ്സിന്റെ കാര്യമാണ്. മരുന്നിന്റെ കാര്യമാണെങ്കിൽ ഞാനും അഭിയേട്ടനും ഡോക്ടേഴ്സും എല്ലാവരും നോക്കിയാനെ, പക്ഷെ മനസ്സിന്റെ കാര്യം അച്ഛൻ തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് പോകുകയാണ്. ജാനകി പോയിക്കുമ്പോഴേക്കും നമ്മുടെ സൂര്യ അഭിയെടുത്ത് പറയണ്ട്, അവൾക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞ രഹസ്യം നീ ഒരിക്കലും ജാനകിയുടെ പറയരുതെന്ന് പറയുമ്പോൾ അഭി പറയണ്ടില്ല അച്ഛാ, അച്ഛൻ എന്നെ അത്രയ്ക്ക് വിശ്വാസമായിട്ടാണല്ലോ അച്ഛൻ ജാനകിനെ കുറിച്ചുള്ള ആ വലിയ രഹസ്യം എന്നോട് പറഞ്ഞത്. അത് എൻ്റെ നാവിന്ന് ഒരിക്കലും ജാനകി അറിയില്ല, അതിനെ അച്ഛനെ വാക്ക് തരുവാണ് എന്ന് പറയാണ്. ശരി എന്ന് പറയണ്ട്. പിന്നെ എല്ലാവരുടെയും വിഷമമാണ്, അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വിഷമമാണ്, അച്ഛൻ എഴുന്നേറ്റ് നടക്കുന്നില്ലെന്ന്, അച്ഛൻ അതിനു വേണ്ടി ശ്രമിക്കണമെന്നൊക്കെ പറയാണ് അഭി. ശേഷം ജാനകി അഭിയും വീട്ടിലെത്തുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ തമ്പിയാണെങ്കിൽ താമസിക്കാൻ വേണ്ടി ഭാര്യയായിട്ടൊക്കെ വന്നിരിക്കുക കേട്ടോ. സൂര്യയില്ലല്ലോ, അതുകൊണ്ട് ആ വീട്ടിൽ താമസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാ വരുന്നത്. പ്രഭേനെ കാണുന്നുണ്ട്. പ്രഭ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലെ വിഷമമൊക്കെ ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സിലെ വിഷമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്, അല്ലെങ്കിൽ പ്രഭേനെ സ്നേഹിക്കണത് സൂര്യനാരായണനല്ല, ഞാനും എൻ്റെ ഭാര്യയും മോളുമാണ് എന്നൊക്കെ നമ്മുടെ തമ്പി പറയാണ്. പ്രഭ ആകെ വിഷമിക്കുകയാണ്. സൂര്യ പറയുന്നുണ്ട്, അല്ലെങ്കിലും ആ അങ്ങേരുണ്ടല്ലോ, തമ്പി പറയുന്നുണ്ട്, അങ്ങേരുണ്ടല്ലോ ആ സൂര്യ, അയാൾക്ക് അല്ലെങ്കിലും എപ്പോഴും ആദ്യ ഭാര്യയുടെ തന്നെ സ്നേഹമുള്ളൂ, അവർ മരിച്ചിട്ടില്ലെന്ന് എന്നിട്ട് ചേച്ചി എനിക്ക് തോന്നുന്നത്. പ്രഭ ശരിക്കും ഒരു കാര്യം തീരുമാനിച്ചോ, അവര് ചിലപ്പോൾ ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രഭേനെ അടിച്ച് പുറത്താക്കാൻ വേണ്ടി ഉടനെ തന്നെ അവര് വരും. പിന്നെ അബീനെയാണ് പ്രഭയം പ്രസവിച്ചത്, അയാളുടെ മക്കളെ തന്നെയല്ലേ, എന്നിട്ട് പക്ഷെ അവരെന്നും വേണ്ട സൂര്യക്ക് വേണ്ടത് ആദ്യ ഭാര്യയുണ്ടായ ആ മകനെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും എരിവും പുളിയൊക്കെ തേച്ച് കൊടുക്കട്ടെ പ്രഭാവതിന്റെ മനസ്സിൽ. അതിനുശേഷം തമ്പി പറയുന്നുണ്ട്, മോള് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുമ്പോൾ അച്ഛാ ഞാൻ തന്നെയാണ് എല്ലാ കറികളും ഫുഡും ഉണ്ടാക്കിയതെന്ന് നമ്മുടെ അപർണ പറയാണ്. എങ്കിലും വിളമ്പിക്കും, എൻ്റെ മോളുടെ കൈപ്പുണ്യം നമ്മളൊന്നും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിരന്നിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ എല്ലാ കറികളും വെച്ച് വിളമ്പുന്നുണ്ട്. ഒരു 5-6 കൂട്ടം കറികളുണ്ട് കേട്ടോ.
5, 6 കൂട്ടം കറികളൊക്കെ ഉണ്ട് ട്ടോ. അപ്പൊ അപർണ്ണയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഇതൊക്കെ നീ തന്നെയാണോ വെച്ചത്? അതേ അമ്മേ, ഞാൻ തന്നെയാ വെച്ചത്. ഞാൻ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് കണ്ടിട്ട് വെച്ചതാണ് അമ്മേ. ഓ ശരി ശരി. അപ്പൊ നമ്മുടെ അമല് പറയണ്ട്. അപർണ്ണയുടെ മുഖത്തേക്ക് നോക്കിയിട്ടും എന്നൊക്കെ കാണിക്കുമ്പോ അപർണ്ണ, എന്താ നീ ഇങ്ങനെ നോക്കണത്? എന്താ എനിക്ക് വെച്ചാ പറ്റില്ലേ? നിന്റെ ജാനകിയടുത്തേക്ക് മാത്രം എല്ലാം അറിയുമെന്നുള്ള ഒരു വിചാരമുണ്ട്. ഇപ്പൊ ഞാൻ വെച്ചത് കഴിച്ച് നോക്കുന്നൊക്കെ പറയാണ്. ഹോ എന്റെ മോള് വെച്ച കറികൾക്കൊക്കെ എന്താ സ്വാദ് എന്നൊക്കെ തമ്പി പറയാട്ടോ. പെട്ടെന്ന് ജാനകി അടുക്കളയിൽ വരുമ്പോൾ ഞെട്ടി പോകുവാണ്. അവിടെ കുറെ കവറൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഡെലിവറി ബോയ് വന്നിട്ടുണ്ട്, വേറൊരു പായസമൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ സമയത്ത് ജാനകി പറഞ്ഞിട്ട്, അപർണ്ണെ നിനക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, ഡെലിവറി ബോയ് ഏതോ ഫുഡിന്റെ ഡെലിവറി ആണെന്ന് തോന്നുന്നു. ഞാൻ ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഫുഡൊക്കെയോ? അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ. അപ്പൊ നീ ഇതൊന്നും ഓർഡർ ചെയ്തതല്ലേ? പിന്നെ നിനക്കൊരു വിചാരമുണ്ട് നിനക്ക് മാത്രമേ ഫുഡ് ഉണ്ടാക്കുന്നറിയുള്ളൂ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ ആണോ? എങ്കിലേ പുറത്തൊരാൾ വന്നിട്ടുണ്ട്, അയാൾ ഫുഡായിട്ടാണ് വന്നിരിക്കുന്നത്. അയാൾ എന്തോ പായസം എന്താണെന്ന് തോന്നുന്നുണ്ട്, നീ പോയി വാങ്ങിക്കേ. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒന്നുമില്ല, പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയണം. അയാൾക്ക് അഡ്രസ്സ് മാറിയതായിരിക്കും എന്ന് പറയുമ്പോൾ ജാനകി പറയണ്ട, അഡ്രസ്സ് ഒന്നും മാറിയിട്ടില്ല, ആ ഡെലിവറി ബോയുടെ കയ്യിലിരിക്കുന്ന അഡ്രസ്സ് അപർണ തന്നെയാ പേരിരിക്കുന്നത് പറയുമ്പോൾ അപർണ ചമ്മി നാണം കെട്ടു പോവാട്ടോ. അത് മാത്രമല്ല, അടുക്കളയിൽ കയറി അപർണ കറികളൊക്കെ മറിച്ച് കുഴച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ ജാനകി അപർണനെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ്. അത് മാത്രല്ല, തമ്പിയാണെന്നെങ്കിൽ സ്വന്തം വീട് പോലെ പെരുമാറാട്ടോ. അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, മദ്യപിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജാനകി എഴുന്നേപ്പിച്ച് വിടണൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നാളെ ഇത് നിങ്ങളുടെ സ്വന്തം വീടെന്നല്ല, ഞങ്ങളുടെ അച്ഛൻ ജീവനോടെ തന്നെയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ അച്ഛൻ വരുമെന്ന് പറയുമ്പോൾ, ഓ നിങ്ങളുടെ അച്ഛൻ വരും, അയാൾ കിടന്ന കിടപ്പിന്ന് എഴുന്നേക്കാൻ പോണില്ല, അയാൾ വരും ഡിസ്ചാർജ് ആകുമ്പോൾ ഇങ്ങോട്ട് വന്നാലും ഇതുപോലെ തന്നെ കിടക്കും, നോക്കിക്കോ. ഇനി അളകാപുരി കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് തമ്പിയാണെന്ന് പറയുമ്പോൾ ജാനകി പറയണ്ട്, ഒരിക്കലുമില്ല, ഞാനാണ് അളകാപുരി വാഴിക്കാൻ പോണതെന്ന് പറയാണ്. നീയോ എന്ന് പറയുമ്പോൾ, അതെ ഇത് ഈ കാര്യങ്ങൾ ഈ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചേക്കണത് അച്ഛൻ എൻ്റെ പേരിലാണ്, അത് അറിഞ്ഞില്ലായിരുന്നു തമ്പി സാറ് എന്ന് ചോദിക്കുമ്പോഴേക്കും, അതൊക്കെ അറിഞ്ഞു, പക്ഷെ എന്നാലും മോളെ നീയും എൻ്റെ മൂത്ത മോളെ പോലെ തന്നെയാണ്, എനിക്ക് നിന്നിട്ട് ദേഷ്യവും വൈരാഗമൊന്നുമില്ല കേട്ടോ. എന്തൊക്കെ പറയാനും നീ കാരണമാണല്ലോ അപർണ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നത്. അതുകൊണ്ട് നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, നീ എൻ്റെ മൂത്ത മോളെ പോലെ തന്നെയാണ്. അതുകൊണ്ട് മൂത്ത മോളുടെ അച്ഛൻ, നിനക്ക് അച്ഛനൊന്നും ഇല്ലല്ലോ, അച്ഛൻ്റെ സ്ഥാനത്ത് നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തല്ലോ. അയ്യോ വേണ്ടായേ, എനിക്ക് സ്വന്തം അച്ഛൻ നിങ്ങളാണെങ്കിൽ പോലും എനിക്ക് നിങ്ങളെപ്പോലത്തെ ഒരു അച്ഛൻ ഇല്ലാതിരിക്കണേ നല്ലത് എന്നൊക്കെ ജാനകി പറയാട്ടോ. അങ്ങനെ അപർണേനെയും തമ്പീനെയൊക്കെ നമ്മുടെ ജാനകിയൊക്കെ വളച്ചൊടിച്ച് പെട്ടിയിലാക്കാൻ പോവാണ്. പക്ഷെ തമ്പിയുടെ ഭാര്യ നല്ല സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവരോട് ജാനകി പറഞ്ഞിട്ട്, സോറി, എനിക്കറിയാം അമ്മക്ക് ഇതൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന്, എന്ത് ചെയ്യാനാ അമ്മേ, ഒരു വീട് മര്യാദക്ക് കൊണ്ടണം, എല്ലാവരെയും പഴയ പോലെ തന്നെ ഒന്നാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെയുള്ളൂ മാർഗം എന്ന് പറയുമ്പോൾ തമ്പിയുടെ ഭാര്യ പറയണ്ട, എനിക്കറിയാം മോളെ നിന്റെ മനസ്സ്, നിന്നെ പോലത്തെ ഒരു പെൺകുട്ടിയാണ് ഈ കുടുംബം നോക്കേണ്ടത്, അല്ലാതെ പ്രഭയല്ല. പ്രഭ ഇത്ര പ്രായമായിട്ട് പോലും പ്രഭക്ക് ബോധവും വിവരമൊന്നുമില്ല. അല്ലെങ്കിലും സൂര്യ സാറിനെ പോലത്തെ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും അവർ പോയി കണ്ടില്ലല്ലോ അല്ലേ? മാത്രമല്ല സ്വത്തുക്കളൊക്കെ പങ്കിടാൻ എന്തായിരുന്നു അവർക്കൊരു ആത്മാർത്ഥത. ഞാൻ അപർണയുടെ അടുത്ത് ചോദിക്കാറുള്ള അവരുടെ അടുത്ത വിശേഷമൊക്കെ പറയാറുണ്ടായിരുന്നു. സാരില്ല, എല്ലാം ശരിയാവും മോളെ, നീ വിചാരിച്ച എല്ലാം ശരിയാക്കാൻ പറ്റും. പിന്നെ അപർണയുടെ സ്വഭാവം, അവള് ചിലപ്പോൾ നന്നാവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ അവളെ നന്നാക്കാനായിട്ട് എനിക്കും തമ്പിക്കും ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ പറ്റുന്ന ഒരാളുണ്ട്, അത് നീയാ മോളെ. അവളുടെ മൂത്ത ചേച്ചിന്ന രീതിയിൽ നിന്റെ ഒരു കുഞ്ഞനിയത്തിയാകുമ്പോൾ കുസൃതിയും കുറുമ്പൊക്കെ കാണിക്കുമല്ലോ, അതുപോലെ കണ്ടാൽ മതി. നീ നിന്റെ കുഞ്ഞനിയത്തിനെ പോലെ കണ്ടിട്ട് അവളെ നേർവഴിക്ക് നടത്താൻ വേണ്ടി ശ്രമിക്കണം. നിന്നെ പോലത്തെ നല്ലൊരു കുട്ടിയെ അവളായി മാറ്റണം എന്നൊക്കെ പറയാട്ടോ. ജാനകി ഞാൻ ശ്രമിക്കാം എന്നൊക്കെ വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചത്തെ പ്രൊമോ കാണിച്ചതൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഭാഗങ്ങളാട്ടോ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.